രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് 31 വർഷം ജയിലിൽ കഴിഞ്ഞ എ.ജി. പേരറിവാളൻ ഇനി ഹൈക്കോടതി അഭിഭാഷകൻ. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മദ്രാസ് ഹൈക്കോടതിയിലാണ് അദ്ദേഹം അഭിഭാഷകനായി സേവനം അനുഷ്ഠിക്കുക. 2022 സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മോചിപ്പിക്കപ്പെട്ട പേരറിവാളൻ തന്റെ 54-ാം വയസ്സിലാണ് പുതിയൊരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഇവിടെ ചോദ്യം വരുന്നത്, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എങ്ങനെ വരും എന്ന് പലരും ഈ ഒരു നിയമനത്തിന് ശേഷം പലരും സംശയം ഉന്നയിക്കുന്നു, പലരും ചോദിക്കുന്നു അതെങ്ങനെ സാധിക്കും എന്നുള്ളത്. ഏപ്രിൽ 27-നാണ് പേരറിവാളൻ തമിഴ്നാട് ആൻഡ് പുതുച്ചേരി ബാർ കൗൺസിലിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ എത്ര പേർക്ക് പേരറിവാളൻ്റെ ഈ കഥ ശരിക്കും അറിയാം? വെറുമൊരു വാർത്ത എന്നതിലുപരി ഒരു സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയാം. രാജീവ് ഗാന്ധി വധക്കേസിൽ കുടുങ്ങി തൻ്റെ യൗവനകാലം മുഴുവൻ, അതായത് ഏകദേശം 30ഓളം വർഷങ്ങളാണ് അദ്ദേഹത്തിന് ജയിലിനുള്ളിൽ കഴിയേണ്ടി വന്നത്. 19 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. അന്ന് ആ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ബോംബിന് വേണ്ടിയുള്ള ബാറ്ററികൾ വാങ്ങി നൽകി എന്നതായിരുന്നു പേരറിവാളന് മേൽ ചുമത്തിയ കുറ്റം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, ആ മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ അത് തിരുത്തി പറഞ്ഞു. ഇതൊക്കെ സമൂഹത്തിൽ വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. ഒടുവിൽ സുപ്രീം കോടതി ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം എന്ന പ്രത്യേക അധികാരം ഉപയോഗിക്കുന്നു, അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. അത് ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒന്നായിരുന്നു. ജയിലിൽ കിടന്ന 30 വർഷം, ആ 30 വർഷത്തിനിടയിൽ അദ്ദേഹം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പഠിക്കാനുള്ള തൻ്റെ വാശി അദ്ദേഹം കൈവിട്ടില്ല. ജയിലിനുള്ളിലിരുന്ന് നിരവധി ബിരുദങ്ങൾ, ഡിപ്ലോമകൾ ഇതൊക്കെ അദ്ദേഹം കരസ്ഥമാക്കി. ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് തൻ്റെ 54-ാം വയസ്സിൽ 30 വർഷങ്ങൾക്ക് ശേഷം നിയമത്തിൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം വരുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ഇത് വിധി വൈപരീത്യം തന്നെയാണ്. ഒരു കാലത്ത് പ്രതിക്കൂട്ടിലായിരുന്ന അതേ വ്യക്തി ഇന്ന് നിയമത്തിൻ്റെ ഒരു പ്രതിരൂപമായി, വക്താവായി ഒക്കെ മാറുകയാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്യാൻ ഒരുങ്ങുന്ന പേരറിവാളൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരാളെ എവിടെ വരെ എത്തിക്കും എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെ വേണ്ട. എന്തായാലും ഇത്തരത്തിൽ ഒരാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും. ജീവിതം എപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. 1991 19-ാം വയസ്സിൽ ജയിലിലായ പേരറിവാളൻ തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെയും ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ജയിലിലായിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിരുന്നു. പിന്നീട് ജയിൽ മോചിതനായ ശേഷമാണ് നിയമപഠനം പൂർത്തിയാക്കിയത്. കോടതി ശിക്ഷയിൽ ഇളവ് നൽകിയതും അദ്ദേഹത്തിന്റെ മോചനത്തിലെ സവിശേഷ സാഹചര്യങ്ങളും എൻറോൾമെന്റിന് അനുകൂലമായി. അഡ്വക്കേറ്റ് C.K. ചന്ദ്രശേഖർ എൻറോൾമെന്റ് പ്രമേയം അവതരിപ്പിക്കുകയും ബാർ കൗൺസിൽ എൻറോൾമെന്റ് കമ്മിറ്റി ചെയർമാൻ K. ബാലു സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് പേരറിവാളൻ ജീവിതത്തിലെ പുതിയ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒന്നിന്റെയും അവസാനമില്ല. തിരുത്തലുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. ആ തിരുത്തലുകളിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് ഏത് കാലഘട്ടത്തിലും ഒരു മനുഷ്യന് ചെന്നെത്താം. വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമുക്ക് മുന്നിലുള്ള പേരറിവാളന്റെ ജീവിതം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.